നമ്മുടെ നാട്ടിൽ പകൽമാന്യന്മാരുണ്ട്. പകൽമാന്യത ചമഞ്ഞ് നടക്കുന്നവർ. എന്നിട്ട് ഇവരുടെ ഉള്ളിൽ പകൽമാന്യൻ കാണിക്കുന്നവരെ എന്തായാലും അവരെ ഒന്ന് നോട്ടീസ് ചെയ്താൽ അവരുടെ കളികൾ നമുക്ക് മനസ്സിലാവും. ഇവർ അണ്ടർഗ്രൗണ്ട് കളികളെ കളിക്കുള്ളൂ, മനസ്സിലായോ? ഇവരുടെ ഐഡൻറ്റിറ്റി ഇവർ പുറത്ത് പറയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാണിംഗ് ചെയ്തു ഞാൻ വഴക്കുണ്ടാക്കി. ആളോട് ഞാൻ എന്നോട് സോറി പറഞ്ഞു, സോറി ഫോണിലൂടെ പറഞ്ഞു. പക്ഷേ എന്നെ ഒരു തെറി വിളിച്ചു അവൻ. ആ തെറീൻ്റെ മീനിങ് എനിക്ക് ആലോചിക്കുമ്പം തെറി എന്ന് പറഞ്ഞാൽ തെറി ഇതിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. അതിൻ്റെ അർത്ഥം എനിക്കെന്തോ അറിയില്ല. ആ അർത്ഥം തേടിയാണ് ഞാൻ പോയത്. നീ എന്നെ വിളിച്ച് തെറീൻ്റെ അർത്ഥം പറ എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ നേരെ പോയി, അവനെ കാണാൻ വേറെ വഴിയില്ല. അപ്പം എന്നോട് പറഞ്ഞു ആ തെറീൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല. അതെൻ്റെ വായിൽ വന്നു, ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു വായിൽ വന്ന് തെറി വിളിക്കാനായിട്ട് ഞാൻ നിന്നെ ശല്യം ചെയ്തെങ്കിലല്ലേ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അവൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കണ്ടിട്ട് അവൻ്റെ എന്തെങ്കിലും സ്വത്തിന് വേണ്ടി പോവുക, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്താലല്ലേ അവനെ തെറി വിളിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവനെന്നെ തെറി വിളിക്കേണ്ട ആവശ്യം ഞാൻ ചോദിച്ചു. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് എന്നെ തെറി വിളിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. എടുക്കാൻ വരാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഹെൽമെറ്റിന് വരുന്നു. അപ്പോൾ എന്നെ തെറി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നീ പിന്നെ എന്തിനാടാ എന്നെ തെറി വിളിച്ചത്? ഇതിൻ്റെ മീനിങ് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒന്നും എനിക്കറിയില്ല, ഞാൻ വിളിച്ചു. എന്നിട്ട് അങ്ങ് വർത്താനം പറയുക, മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ അടിക്കണം എന്നെ തെറി വിളിച്ചതുകൊണ്ട്. ഞാൻ നിൻ്റെ പുറകെ വരെ ഒന്നും ചെയ്തതല്ല, നീ എന്നെയാണ് ഡിസ്റ്റർബ് ചെയ്തേക്കണം. അപ്പം എനിക്ക് നിന്നെ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പിന്നെ എന്നെ അടിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ അടിയും വാങ്ങിയിട്ട് വീണ്ടും ഓടിക്കളഞ്ഞു വീട്ടിനകത്തോട്ട്. ഞാൻ വീണ്ടും ബെല്ലടിച്ചു, പുറത്തു വന്നു. അങ്ങനെ മൂന്നാമത്തെ തവണയായപ്പം അവൻ്റെ ഫ്രണ്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയാം ആളെ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഇറങ്ങി വാന്ന് പറഞ്ഞു. ഇവൻ പകൽമാന്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ എന്നെ ഡിസ്റ്റർബാന്ന് പറഞ്ഞു. അപ്പോൾ ആളത് വിശ്വസിച്ചില്ല. ആൾ പറഞ്ഞു അങ്ങനെയുള്ള ആളല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, ഇതാണ് പകൽമാന്യന്മാർ. ഇവനിത് മാത്രമല്ല ഉള്ളത്. ഞാനത് നേരിട്ട് വരുമ്പോൾ ആളോട് ഞാൻ വ്യക്തമാക്കും. ഞാൻ പറഞ്ഞു ഇവൻ പകൽമാന്യനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അറിയാഞ്ഞിട്ട് ഇവനോട് ചോദിക്കുന്നത് പറയാം. ആദ്യം സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ തെളിവ് നിരത്തുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് അടിച്ചതെന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അടിച്ചത്, അല്ലാതെ ഒരാളെ കയറി അടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ഉള്ള ചെക്കന്മാർ എല്ലാവരും പാവമാണ്, നല്ലത് തന്നെയാണ്. ഇവന് നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ ഞാനതിന് തെറ്റ് പറയുന്നില്ല. പക്ഷേ എന്നെ തെറി വിളിച്ചത് കൊണ്ട് മാത്രം, മനസ്സിലായോ? ചെറിയ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അവനെ വീട്ടിൽ കയറി അടിക്കാൻ വേണ്ടി എന്നെ തെറി വിളിച്ചത്. തെറി വിളിക്കേണ്ട തെറ്റവൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ കയറി വീട്ടിൽ പോയി അടിച്ചത്. നമ്മളെ പെണ്ണുങ്ങൾ നോ പറഞ്ഞാൽ നോ തന്നെയാണ്, മനസ്സിലായോ? അതിൽ എസ് കണ്ടെത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അവനെ വീട്ടിൽ പോയി അടിക്കേണ്ടി വന്നത്. എന്നിട്ട് ഞാൻ അവൻ്റെ ഫ്രണ്ടിനെ, നീ ഈ കേൾക്കുന്നുണ്ടാവും നീ വീഡിയോ, നീ എത്രയും വേഗം നീ നല്ലൊരു സൈക്യാട്രിക് ഡോക്ടറെ കാണാൻ നല്ലതായിരിക്കും. നിൻ്റെ സൈക്കിക് പ്രശ്നം എനിക്കറിയാം എന്താണെന്ന്, നിനക്കും അറിയാം. നീ ഇങ്ങനെ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നിൻ്റെ പ്രശ്നം നീ ഡോക്ടറെ കാണിക്കാണ്ടിരുന്നാൽ അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ, മനസ്സിലായോ? നിനക്ക് ഡിസോർഡർ ഉണ്ട്. ആ ഡിസോർഡർ എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം, മനസ്സിലായോ? എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുന്നത് നല്ലത് തന്നെയായിരിക്കും. നീ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും, നീ ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ആക്ഷൻ കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അവനെ മനസ്സിലായിരിക്കും. എന്തായാലും നിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറയുന്നില്ല. നീ അവസാനം പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാനിവിടെ ഒരു ചെക്കൻ്റെയും പുറകെ നടക്കുന്നില്ല. ആരെങ്കിലും പറയട്ടെ, ഏതെങ്കിലും ഒരു ചെക്കൻ്റെ പുറകെ നടക്കുക, ഏതെങ്കിലും ചെക്കനെ നോക്കാനോ പിടിക്കാനോ ഞാൻ പോകുന്നുണ്ടോ എന്ന് പറയട്ടെ. എൻ്റെ പുറകെ വരുന്നവരേ ഉള്ളൂ, അല്ലാണ്ട് ഞാനൊരുത്തന്നെയും പുറകെ പോക്കില്ല. അത് ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ അവൻ്റെ പുറകെ നടക്കുകയാണ്.
ഒരുത്തനെങ്കിലും വന്ന് മെസ്സേജ് ഇടട്ടെ, എൻ്റെ മുന്നേ വന്ന് പറയട്ടെ, എൻ്റെ വീട്ടിൽ വന്ന് പറയട്ടെ. പിന്നെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നമായതുകൊണ്ട് വേറെ ആരെയും നമ്മൾ അറിയിക്കുന്നൊന്നുമില്ല. അത് ഇന്നലെ തന്നെ അവിടെ കോംപ്രമൈസ് കഴിഞ്ഞ് വന്നു. അവൻ അവസാനം പറഞ്ഞ ഡയലോഗ്, ഞാൻ ഒരാളുടെ പുറകെ നടക്കുകയാണ്. അപ്പോൾ അവനെ ഞാൻ പിടിച്ച് നിർത്തി. എൻ്റെ പുറകെ ഞാനെപ്പോഴാണ് നടക്കുന്നത്. കാരണം ഈ ചെക്കന്മാർക്ക് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, അവൾ എൻ്റെ പുറകെ നടക്കുന്നു. ഇത് പറയുമ്പോൾ അവന്മാർക്ക് എന്താ ഹാപ്പിനെസ് കിട്ടണമെന്ന് അറിയില്ല. അങ്ങനെ പുറകെ നടക്കാൻ മാത്രം ഇനിയിപ്പോൾ അവന്മാരെല്ലാം കേൾക്കുന്നുണ്ടാവും, മനസ്സിലായി. പുറകെ നടക്കാൻ മാത്രം നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ല. അങ്ങനെ ഇതുവരെയും ഞാൻ നടന്നിട്ടുമില്ല, ഇതിലോട്ട് നടക്കുകയില്ല. പിന്നെ എനിക്ക് കുറച്ച് നട്ടല് കൂടുതലാണ്, മനസ്സിലായോ. എനിക്കൊരാളോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാനത് തുറന്ന് പറഞ്ഞിരിക്കും. പിന്നെ ക്വാളിറ്റി ഇല്ലയെന്ന് പറയാൻ കാരണം ഒരാളെ പച്ചയ്ക്ക് വെട്ടിയാനാണ്, കൈവെട്ടിയാനാണ്. കയ്യോ കാലോ പച്ചയ്ക്ക് കയ്യോ കാലോ വെട്ടി പച്ചയ്ക്ക് ജയിലിൽ പോയി കിടന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശം. പിന്നെയുണ്ട് ഒരുപാട് മോശം ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷെ പുറത്താരും അറിയുന്നില്ല, എനിക്കറിയാം. നീ ആദ്യം അതൊക്കെ ഒന്ന് നിർത്ത്. നീ ചെയ്യുന്ന പാപത്തിനുള്ളത് നീ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും, നിനക്ക് തന്നെ അറിയാം. എന്നാലും നീ എന്താ പറഞ്ഞേ, നിൻ്റെ കടി മാറിയില്ലേടി എന്ന് എന്നോട് ചോദിച്ചു. എനിക്കാണോ കടി, നിനക്കാണോ കടി? ചൊറിച്ചില്ലേ, കടിയെന്നല്ല, നിൻ്റെ ചൊറിച്ചിൽ ഇതുവരെ മാറിയില്ലേന്ന്. അല്ല, എനിക്കാണോ ചൊറിച്ചിൽ, നിനക്കാണോ ഡെയിലി ചൊറിച്ചിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഡോക്ടറെ കണ്ടിട്ട് മരുന്നുണ്ടോ അതിന്? എന്താ കാരണമെന്നറിയോ? നീ ഒന്ന് ഊഹിച്ച് നോക്ക്. നമ്മൾ ചെയ്യാത്ത പാപം ചെയ്യുമ്പോൾ ഓർക്കുക, എനിക്ക് മുഖത്തിനും എനിക്ക് കൈക്ക് ചൊറിച്ചിലുള്ളൂ, നിനക്ക് എവിടെയാണ് ചൊറിച്ചിൽ? എന്തുകൊണ്ടാണെന്നറിയോ? നിൻ്റെ ചൊറിച്ചിൽ മാറാത്തത് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാ എന്താണെന്ന് നീ ഓർത്ത് നോക്ക്. നീ ആരെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ലോകം അറിയുന്നില്ല, നാട്ടുകാരും ആർക്കും അറിയുന്നില്ല. പക്ഷെ ഞാൻ വേഗം കണ്ടുപിടിച്ചു, നിനക്കും അറിയാം അതെന്താണ്. നീ ആ തെറ്റെന്ന് നിർത്തുന്നോ അന്ന് നിൻ്റെ ചൊറിച്ചിൽ മാറും, മനസ്സിലായോ. എനിക്കല്ല ചൊറിച്ചിൽ, നിനക്കാണ് ചൊറിച്ചിൽ. നീ ചെയ്യുന്ന തെറ്റ് എന്നാണോ നിർത്തുന്നത് അന്ന് നിൻ്റെ ചൊറിച്ചിൽ മാറും. ഈ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങളുണ്ടടാ, നിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ അങ്ങോട്ട് പോയാൽ പോരെ? നീ എന്തിനാ ഇമാതിരിയൊക്കെ പണികളൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണ് നിനക്ക് ദൈവമായിട്ട് ആ ചൊറിച്ചിൽ മാറ്റിത്തരാത്തത്. എത്ര കൊല്ലമായി നീ കൊണ്ട് കിടക്കുന്നു? എന്ന് മുതലാണ് നിനക്ക് ചൊറിച്ചിൽ തുടങ്ങി? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ചൊറിച്ചിൽ എന്തുകൊണ്ടാണ് മാറാത്തതെന്ന്. നിനക്ക് ഇന്നർ വെയർ ഇടാൻ പറ്റുമോ? നിനക്ക് ഡെയിലി എത്ര ഇന്നർ വെയർ ഇടണം? നിനക്ക് എത്ര ഇന്നർ ഇട്ടാലും അതിൻ്റെ ചൊറിച്ചിൽ മാറുന്നുണ്ടാ? നീ ഒരു ദിവസമെങ്കിലും സമാധാനത്തോടു കൂടി ഉറങ്ങുന്നുണ്ടാ? ഇല്ല. കാരണം എന്താ? തെറ്റുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, മനസ്സിലായോ. തെറ്റുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഏതാണെന്ന് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇതിപ്പം നിനക്ക് ഒരു വീഡിയോ ഇപ്പോൾ പറഞ്ഞു തരുമായിരിക്കുമല്ലോ. എന്തായാലും അവന് പറഞ്ഞു തരുന്നില്ല, അവൻ അടി കിട്ടിയോണ്ട് അവൻ പറഞ്ഞു തരും. ഇതിനെക്കുറിച്ച് ബാക്കി ചോദിക്കണമെങ്കിൽ നീ നേരിട്ട് വന്നാൽ മതി. നമുക്ക് ഒരു വട്ടമേശ സമ്മേളനം ചെയ്യാം. എങ്ങനെയുണ്ട്? ഇന്നലെ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കപ്പോൾ പറയാൻ വന്നില്ല, നിൻ്റെ ചൊറിച്ചിൽ ഇതുവരെ മാറിയില്ലേ ഇടിയില്ല. കാരണം അവൻ്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. ബാക്കി കള്ളത്തരം എന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയണോ? എല്ലാവരുടെയും മുഖംമൂടികൾ വെളിച്ചത്ത് കൊണ്ടുവരണോ? പകൽമാന്യന്മാരുടെ മുഖംമൂടികൾ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ നാറും, മനസ്സിലായോ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും എന്നോട് സംസാരിക്കണം. ഞാൻ ഒരുത്തൻ്റെയും പുറകെ നടക്കുന്നില്ല. എന്നെ പ്രേമിക്കുകയോ അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിലോട്ട് വാ, ഇങ്ങനെയൊക്കെ എവനെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടോ? ഏതവനെങ്കിലും പറയട്ടെ, ഇനിയോട്ട് വിളിക്കാനും പോണില്ല, മനസ്സിലായോ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നിൽക്കുക. എല്ലാ പെണ്ണുങ്ങളെയും പോലെയല്ല ഞാൻ. പിന്നെ ഞാനിതൊന്നും പുറത്ത് പറയാത്തത്, പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ മൊത്തം നാറും. പലരുടെയും കുടുംബങ്ങൾ നാറും, നീയൊക്കെയും നാറും. സമൂഹത്തിൽ നിനക്കൊക്കെ ഒരു നിലയും വരെയുണ്ടല്ലോ, അതൊക്കെ അങ്ങ് നാറും. അതൊക്കെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നാലുണ്ടല്ലോ കുടുംബങ്ങൾ നാറും, നീയൊക്കെയും നാറും.
കണ്ടിട്ടും പറയാണ്ടും മിണ്ടാണ്ടും ഇരിക്കുന്നത് ഞാൻ അങ്ങനെ ആയതുകൊണ്ട്. കാരണം ആരുടെയും കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരുടെയും കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് എന്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്താലും നെറികേട് കാണിക്കാണ്ടിരിക്കുക. അല്ല, നിങ്ങളിപ്പോൾ ഒരു പുറത്തൊരു പെണ്ണിൻ്റെ ഒപ്പം പോകുന്നത് കൊണ്ട് അതൊന്നും ഞാനൊരു തെറ്റായിട്ട് പറയുന്നേ ഇല്ല. അതൊക്കെ ആൺപിള്ളേർ കുറേ പെൺപിള്ളേരെ വിളയ്ക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒന്നിനെ ഒത്തുവരുന്നത്. അതിനൊന്നും എതിര് പറയുന്ന ആളെയല്ല. പക്ഷേങ്കിൽ ചിലത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ഇതുണ്ട്, മനസ്സിലായോ? ഒരാളെ ചീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്നൊരു ഈശ്വരൻ എന്നുള്ളൊരു ശക്തിയുണ്ട്. അത് ഞാൻ കർമ്മ എന്ന് പറയുന്നത്. ദ്രോഹിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ ദ്രോഹിക്കുക. അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്മാർ രണ്ടുപേരുമായിരിക്കണം അതിന് ഉത്തരവാദി. അത് ഞാൻ പേഴ്സണലി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അടികൊടുത്തുമ്പോൾ എടുത്തോണ്ടല്ല, മറ്റവൻ അതല്ല, മനസ്സിലായോ? അവൻ നമ്മളെ കടിച്ചു വിഷമെന്ന് പറയില്ലേ, വിഷത്തിനും അപ്പുറമാണ് അവൻ്റെ കയ്യിലിരുന്നത്. പക്ഷേ സമൂഹത്തിന് മുന്നിൽ ഭയങ്കര മാന്യനാണ്. അവൻ എന്തെങ്കിലും കാണിച്ചാലേ ഉള്ളൂ. എന്തായാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇതിൽ പ്രൈവറ്റായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നീ വിചാരിക്കും എൻ്റെ മൊബൈൽ നശിപ്പിച്ചാൽ ഒന്നും കിട്ടില്ല എന്നില്ലടോ. എൻ്റെ ജിമെയിൽ അക്കൗണ്ട് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് വന്നോളൂ, മനസ്സിലായോ? കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തതൊന്നും അറിയില്ലല്ലോ അവളെ മൊബൈൽ നശിപ്പിച്ചാൽ യൂട്യൂബ് ചാനൽ കിട്ടില്ലാന്ന്. ഇല്ല, ഇതൊക്കെ എത്രയോ ജനങ്ങൾ കേൾക്കുന്നതാണ്, മനസ്സിലായോ? പോരാത്തതിന് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജിമെയിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അവർക്ക് കയ്യിൽ കിട്ടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? ഞാൻ അടിച്ചുവിട്ട പാമ്പാന്ന് പറയില്ലേ, അടിച്ചുവിട്ട പാമ്പാന്ന് പറയുന്ന പോലെ അവൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് അവന് മനസ്സിലായി. പക്ഷെ ഞാൻ പറയാനൊന്നും പോകുന്നില്ല. നിനക്കുള്ള ശിക്ഷ ദൈവം തന്നുകൊണ്ടേ ഇരിക്കുകയല്ലേടാ. ഒരു ദിവസം പോലും നീ കിടന്നുറങ്ങുന്നുണ്ടോ? നിന്നെ ആരാ ഉറക്കി തരുന്നത്? നീ ആ ദുശീലങ്ങളൊക്കെ അങ്ങ് മാറ്റ്. പിന്നെ